ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ മലമുകളിൽ നിന്നും ഒരു ശബ്ദം, എനിക്ക് ദാഹിക്കുന്നു. ആ ശബ്ദം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും തലമുറകൾ മാറിപ്പോയിട്ടും ഇന്നും ആ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റേതാണ്. ആദാം പാപം ചെയ്തത് മൂലം ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ശാപഗ്രസ്തമായ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിത്യനായ ദൈവം ഭൂമിയിൽ പിറന്നു. സാത്താൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തെ വീണ്ടെടുക്കുന്നതിന് വീണ്ടെടുപ്പ് വിലയായി യേശു തൻ്റെ ജീവനെ നൽകി. ഒരു പാപം പോലും ചെയ്യാത്ത ക്രിസ്തു എല്ലാ പാപവും ഏറ്റെടുത്ത് ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ യേശു ശാപമായി മാറി. അതുവരെയുള്ള മനുഷ്യൻ്റെ എല്ലാ പാവങ്ങളും മോചിച്ചു കിട്ടി. എന്നാൽ നിർണായകമായ ഒരു ചോദ്യമാണ്, അന്ന് കുരിശിലേറിയ ക്രിസ്തു ഇന്ന് പാവങ്ങൾ മോചിക്കും എന്നത് എങ്ങനെ? നമ്മുടെ പ്രവൃത്തിയിൽ പാവമില്ലെങ്കിലും നമ്മുടെ പ്രകൃതം പാവമുള്ളതാണ്. നമ്മുടെ ചിന്തകൾ പാവത്തിൻ്റെതാണ്. അങ്ങനെ സ്വയം ബോധ്യമുള്ളവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കരുണയ്ക്കായി യാചിക്കുമ്പോൾ അന്ന് കാൽവരിയിൽ നിന്നും മുഴങ്ങിയ ആ ശബ്ദം നമ്മളെ തേടി വരും. ആ വിലാപിൽ നിന്നൊഴുകിയ തിരക്തം നമ്മുടെ പാവങ്ങൾ മോചിക്കും. അത് നാം വിശ്വാസത്താൽ അനുഭവിക്കുമ്പോൾ നിത്യജീവൻ്റെ ഓഹരിക്കാരായി മാറുന്നു. അതിന് നാം നമ്മെ തന്നെ താഴ്ത്തി നമ്മെ തന്നെ കണ്ട് തിരുത്തുവാനുള്ളതെല്ലാം തിരുത്തി അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തഴുകുന്ന ദൈവസ്നേഹത്തെ രുചിക്കാൻ നമുക്ക് പറ്റും. ഈ ഭൂമിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വത്ത്. അതിന് ജാതിയോ മതമോ സഭയോ സമുദായമോ മാറേണ്ടതില്ല. ഒരു എളിയ വിശ്വാസം. ബൈബിൾ സാക്ഷിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. പ്രിയപ്പെട്ടവരെ, നാം കാണും ഈ ഭൂമിയിൽ നമ്മുടെ ക്ഷണികമായ ജീവിതം കഴിഞ്ഞ് നാം അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. അവനെ സ്വീകരിപ്പാൻ നാം ഒരുങ്ങി നിൽക്കുക. ഇന്നലെ പ്രസക്തമല്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ രുചിക്കാൻ നമുക്ക് കഴിയുമ്പോൾ, ദൈവത്തെ നാം അനുഭവിക്കുമ്പോൾ, നാം ദൈവത്തിന് വേണ്ടി നിത്യനായ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ അത് നാം ഹൃദയത്തിലേക്ക് കടന്നു വരും. നമ്മളുടെ കർത്തൃത്വം ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുക: ദൈവമേ, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് കന്യാമറിയാം പ്രാർത്ഥിച്ചു. ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലതരത്തിലുള്ള ചിന്താകുലങ്ങളുണ്ട്. നാം പലതരത്തിലുള്ള ജോലി ഏർപ്പെട്ടവരുണ്ട്, പലതരത്തിലുള്ള ബിസിനസ് രംഗങ്ങളിലുള്ളവരുണ്ട്, പല തരത്തിലുള്ളവർ. എങ്കിലും ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവമേ, നിൻ്റെ ഹിതം എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം എന്നിലൂടെ ഈ ഭൂമിയിൽ നിറവേറണം. പലപ്പോഴും കഷ്ടപ്പാടുകളെ നേരിടേണ്ടി വന്നേക്കാം, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയില്ല. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാം. ജീവിതം മാറ്റിവെക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതം സമ്പൂർണമായും മുഴുവനായും ഏറ്റെടുക്കും. 5 അപ്പം 5000 പേർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തതുപോലെ ബാലൻ തൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. വെറും 5 അപ്പം കൊടുത്തു. അത് 5000ങ്ങളായി വിധിക്കപ്പെട്ടു. നമുക്കുള്ളത് നമുക്ക് കർത്താവിന് കൊടുക്കാം. നമ്മുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് എന്താണുള്ളത്? കർത്താവേ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പാവത്തിൻ്റെ കെട്ടുകളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്? നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം നമുക്ക് കർത്താവിന് കൊടുക്കാം. അത് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കാം, മുഴുവനായും കൊടുക്കാം. അത്
വാഴ്ത്തി അനുഗ്രഹിച്ച് മുറുക്കി നൂറുമേനിയായി നമുക്ക് നൽകും. നമ്മൾക്ക് അവൻ്റെ സന്നദ്ധയെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവം നാം മാത്രം വാഴ്ത്തപ്പെടട്ടെ.